ജസ്റ്റിൻ, ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്ത് നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോയൊരവസ്ഥയായിരുന്നു തൃശ്ശൂർ കിട്ടിയൊരു വാർത്ത. അപ്രതീക്ഷിതം. വളരെ അപ്രതീക്ഷിതമായിരുന്നു, വളരെ അപ്രതീക്ഷിതം. നമ്മളെല്ലാവരും സാധാരണഗതിയിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരം അടുത്തുകൊണ്ടിരിക്കുന്നു. പൂരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് സാധാരണ എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കൊടുക്കുന്നത്. പൂരത്തിൻ്റെ വിവിധ വശങ്ങൾ, വെഞ്ചാമരം ഉണ്ടാക്കുന്നവർ, അതല്ലെങ്കിൽ അതിൻ്റെ ആ കുടകൾ, വർണ്ണക്കുടകൾ, അതേക്കുറിച്ചൊക്കെ ഉള്ള വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഈ വെടിക്കെട്ട് അപകടം വരുന്നത്. അതെ, നമ്മൾ പൊതുവേ നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോൾ ആദ്യമേ ഓടി വരുന്ന ഒരു കളർഫുൾ ഹാപ്പിനെസ്, അങ്ങനത്തെ ഒരു അന്തരീക്ഷം, വെടിക്കെട്ട് ആനകളും ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അങ്ങനെ ഒരു അതാണ് ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ ഒരു വെടിക്കെട്ട് കൊണ്ടുണ്ടായ ദുരന്തമായിരിക്കാം ഒരു പക്ഷേ അതിലേക്ക് വരിക. അതെ അതെ അതെ. ഇപ്പം ഇതിലെല്ലാം നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റ് ആയി പോയ ഒരു വേർഡാണ് ഇനി ഒരിക്കലും ഇത് സംഭവിക്കാതിരിക്കും. അതെല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളെ പ്രമുഖർ പറയുന്നതാണ്, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ. അതൊരു ഉപയോഗിച്ച് വേസ്റ്റ് ആയി പോയ വാക്കാണ് അത് ശരിക്കും പറഞ്ഞാൽ. അപ്പം ശരിക്കും നമ്മുടെ ഈ ഒരു ദുരന്തത്തിന് നമ്മൾ ഈ ഒരു വാക്ക് ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് അത് തന്നെ തോന്നുന്നത്. നമ്മളിത് പറയുമ്പോഴും എന്താണ്, ഒരുപക്ഷെ നമ്മൾ ഈ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോഴും അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ നമ്മളിതിൻ്റെ കുറ്റം പറയുകയല്ലെങ്കിൽ പോലും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെടിക്കെട്ടിൻ്റെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഒരുപാട് ശാസ്ത്രം പുരോഗതി പ്രാപിച്ചൊരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിപ്പോഴും എനിക്ക് തോന്നുന്നത് പഴയ കാലത്ത് അതേ രീതി തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ തയ്യാറാക്കുന്നതും ഈ അമിട്ടും ഇതൊക്കെ തയ്യാറാക്കുന്നതൊക്കെ പഴയകാല നിർമ്മാണ രീതി തന്നെയാണെന്നാണ് അവരെപ്പോഴും ആലംബിക്കാറുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ കൈകൊണ്ട് തന്നെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുന്ന സംവിധാനമൊക്കെ ഉള്ളത്. ഇതിന് സാങ്കേതികമായി ഇത് അധികം മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ അതുപോലെ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം. ഉണ്ട്. അതിലിപ്പം ഒരു ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇതിന്റെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡേറ്റകൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഒരു വാർത്ത കണ്ടത് 2015 ദുബായിൽ നടന്ന ദുബായിൽ അവിടെ ഈ ന്യൂ ഇയറിന് വെടിക്കെട്ട് നടക്കുമല്ലോ. അപ്പൊ അവിടെ നടന്നതിൽ അതിൽ പറയുന്ന ഇത്രയോ ടൺ വെടിമരുന്ന് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിരിക്കുന്നത് 2015 വാർത്തയെന്ന് പറഞ്ഞു. അന്ന് റിമോട്ട് കൺട്രോൾഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു പ്രവർത്തിപ്പിക്കുന്നത്. 2015 വന്ന വാർത്ത. ഇപ്പം ഇതേതാണ് വർഷം, 11 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഈ ഒരു മാറ്റം ഇല്ലാണ്ട് അവരത് 11 വർഷം മുമ്പേ അവരവിടെ മാറി. അപ്പോൾ നമ്മളൊരിക്കലും ഈ വെടിക്കെട്ട് വേണ്ട എന്നല്ല പറയുക, വെടിക്കെട്ടൊക്കെ വേണം. പക്ഷെ അതിന് നമ്മൾ പരമാവധി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് സാങ്കേതികമായി നമ്മൾ എത്രയോ ലോകം വളർന്നിരിക്കുന്നു. ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ സംവിധാനങ്ങൾ കാണുമായിരിക്കാം. ഉണ്ടാവും. പിന്നെ ഈ മാത്രമല്ല ഇപ്പം ചില ഇത് പറയുമ്പോൾ ചിലർ ചോദിക്കുന്ന ഒരു കാര്യം, ഈ എന്താണ് ഈ ക്ഷേത്രങ്ങളും അങ്ങനെയുള്ളിടത്ത് ഇതിനെ ഡിജിറ്റലാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവരോട് നമുക്ക് പറയേണ്ടത്, ഇന്ന് ക്ഷേത്രങ്ങളിൽ ഈ ടെക്നോളജിയുടെ പങ്കുണ്ടില്ലേ? കാരണം ഇപ്പം ശബരിമല ക്ഷേത്രത്തിലേക്കാണല്ലോ നമ്മളെ ബുക്കിങ്ങിന് ചെയ്യേണ്ടി വരുന്നത് ഓൺലൈൻ സംവിധാനമുണ്ട്. അങ്ങനെ ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ടും ഇന്ന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഈ ക്ഷേത്രങ്ങൾ അല്ലെ പള്ളി ആ തരത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനെയും ആ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ കൂടുതൽ നമ്മളൊന്ന് മനസ്സ് വെച്ച് നമ്മൾ സർക്കാരുകളെല്ലാം കൂടെ ഈ അമ്പല ഭാരവാഹികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഒരുപാട് അത്ര കോടിക്കണക്കിന് രൂപയൊന്നും ചിലവാക്കേണ്ടി വരുമെന്ന് തോന്നുന്നത് പോലെ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുക. കാരണം നമ്മളെ തൃശ്ശൂരൊക്കെ ഉള്ള ഇത്തരം വെടിക്കെട്ട് വിദഗ്ധന്മാരെ സംബന്ധിച്ചുള്ള അവർ സാങ്കേതികമായി ബാധ്യ വിദഗ്ധരാണ്. ഒരുപക്ഷെ അവരെയൊക്കെ വിളിച്ചു വരുത്തി ഈ വിദേശത്തൊക്കെ ഉള്ള ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവന്ന് അതിൻ്റെ വിദഗ്ധരെ കൊണ്ട് പരിശീലനം കൊടുക്കാൻ വെച്ചാൽ അവർക്ക് ഭയങ്കര ചെയ്യാൻ പറ്റും. അവർക്ക് അതിലൊന്നും ഒരു പ്രശ്നം സംഭവിക്കില്ല. അവിടെ തൃശ്ശൂർ ഞാൻ തൃശ്ശൂർ 1994 ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. എങ്കിൽ പോലും ഈ ഒരു വെടിക്കെട്ടുകാരൻ, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഈ വെടിക്കെട്ട് ഒരുക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ ഒരു അവിടെ പോയിരുന്നു. ഒരു വലിയൊരു പുരയിടത്തിലാണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഈ വെടിക്കെട്ട് സംഗതികളൊക്കെ. നമുക്ക് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കണ്ട് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത്രയും ഇങ്ങനെയുള്ള വലിയ വെടിക്കെട്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ചുവന്നുകൊണ്ട് പോകുന്നു, അവിടെ തയ്യാറാക്കുന്നു. അപ്പോൾ ഇത്രയും അതിവിശാലമായ എൻ്റെ സങ്കല്പത്തിനപ്പുറമുള്ള ഒരു വിശാല ഏരിയയിലാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്നതൊക്കെ തന്നെ. മാത്രമല്ല വെടിക്കെട്ട് നമ്മൾ പൂരം വെടിക്കെട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തൃശ്ശൂർ ജോലി ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഒച്ചയും അതിൻ്റെ മനോഹാരിതയും ഒക്കെ തന്നെ നമ്മളെ അമ്പരപ്പിക്കുക ശരിക്കും പറഞ്ഞല്ലേ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ച് ശക്തി, അതിൻ്റെ ഒച്ചയൊക്കെ കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ എന്നെ സംബന്ധിച്ചും ഞാനും അവിടെ ജോലി ചെയ്ത സമയത്ത് അന്ന് പകല് പൊട്ടിച്ചു തീർക്കായിരുന്നു. കാരണം അന്ന് കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല, മഴയൊക്കെ ആയിരുന്നുകൊണ്ട് അന്ന് ഇതുപോലെ അന്ന് ഈ പറയുന്ന നിശ്ചയിച്ച സമയത്ത് പൊട്ടിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് അത് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് അത്രയൊരു ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതൊരു വളരെ രസകരമായിട്ട് നല്ലൊരു മത്സരമാണ് ഈ പറവക്കാവ് തിരുവമ്പാടി ദേവക്കാർ തമ്മിലുള്ള ഈ ഒരു മത്സരം. കുടമാറ്റത്തിലാണെങ്കിലും ഒരു കുട അവരിവിടെ കാണിക്കുമ്പോൾ ഇതിനും കണ്ടിട്ടില്ലാത്ത മറ്റൊരു കുട അപ്പുറത്തെ വിഭാഗക്കാർ കാണിക്കുന്നു. അല്ല അതുപോലെ ഈ വെടിക്കെട്ട്
ഈ കുടമാറ്റം, ഇതൊക്കെ തന്നെ ആനകൾ നിരന്നിരിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ വല്ലാത്ത ദൃശ്യഭംഗിയുള്ള, നമുക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യാനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് ഈ സുരക്ഷിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യം നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഇനിയല്ല, ചിന്തിക്കേണ്ട കാലം ഒരുപാട് മാറി. കാരണം കാലം 21-ാം നൂറ്റാണ്ടിലാണ്, നമുക്ക് സാങ്കേതിക ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. പുറ്റിങ്ങൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, പുറ്റിങ്ങൽ 2016 ഏപ്രിലാണ് നടന്നത്. ഏതാണ്ട് ഈ മാസം തന്നെയാണ്. ഏകദേശം ഇപ്പൊ ഒരു 10 വർഷത്തോളം പിന്നിട്ട് കഴിഞ്ഞു. അന്ന് 114 പേര് മരിക്കുകയും 350-ലധികം പേർക്ക് പരിക്കേൽക്കുകയാണ് ചെയ്തത്. അപ്പൊ അന്നും ഈ കുറെ അന്വേഷണങ്ങൾ നടന്ന കുറെ പഠന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതും പ്രകാരമുള്ള ഒന്നും തന്നെ ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ഖേദകരം. അതെ, ചില സ്ഥലങ്ങളിൽ വെടിക്കെട്ടിന് കളക്ടർമാർ അനുമതി നിഷേധിക്കുന്നുണ്ട്. ഒരുപക്ഷെ പുറ്റിങ്ങൽ ഇത്തവണ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കളക്ടർമാർ പലപ്പോഴും പിന്നെ അനുമതി നിഷേധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു അപകടം ഉണ്ടായാലും പിന്നെ ഇതിനെങ്ങനെ നേടണമെന്നുള്ള കാര്യം നിലവിൽ നമുക്ക് സംവിധാനമില്ല. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇത് വല്ലാതെ സ്ഫോടനം ഉണ്ടാകുന്ന അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്ത്, മറ്റേ ആളുകൾ വല്ല പേടിച്ച് ഓടുമ്പോൾ സ്റ്റാമ്പേഡ് ഉണ്ടാവും. മനസ്സിലായി. ഇത് നമ്മൾ പലപ്പോഴും ഇത്തരം പരിപാടി നടക്കുന്നതൊക്കെ തന്നെ വളരെ ആൾക്കൂട്ടം, ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾ തിങ്ങി കൂടുന്ന സ്ഥലത്താണ് ഇത് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പോൾ അത് നമ്മളെ സുരക്ഷിതത്വത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ അധികൃതർ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഉറപ്പ് വരുത്തണം. ഒരു കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ്സ് ഉണ്ട് കേരളത്തിൽ. ഓരോ സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നേരത്തെ കേരളത്തിൽ കൺട്രോൾ ഓഫ് എക്സ്പ്ലോസീവ്സ് ആയിരുന്ന ഡോക്ടർ വേണുഗോപാൽ, അദ്ദേഹം നമ്മുടെ അടുത്തൊരു കുടുംബ സുഹൃത്ത് കൂടിയാണ്. അപ്പോൾ അതേവർ സംസാരിക്കും പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ നേരത്തെ തന്നെ വന്നതെല്ലാം നിരീക്ഷിക്കുകയും പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു അപ്രതീക്ഷിതമായി ഈ കാലാവസ്ഥ വല്ലാത്ത ചൂടല്ലേ, ഈ സ്ഫോടക വസ്തുത നമുക്കറിയാലോ, ഇത് ഉണ്ടാക്കുന്ന ഈ ചൂടിൻ്റെ തോതനുസരിച്ചാണ് പലപ്പോഴും ഇതിൻ്റെ ഒരു അപകട സാധ്യത കൂടി. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കാറുകൾ പോലും ചൂട് കാരണം കത്തുന്നു എന്നുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ പിന്നെ വെടിമരുന്നിൻ്റെ ഒക്കെ കാര്യം പറയേണ്ടത് കൂടി. പിന്നെ ഈ ഒരു പരിധിവരെ നമുക്ക് ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ വരുന്നു എന്ന് തോന്നി ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാവുന്നതല്ലേ? ശബരിമല ക്ഷേത്രത്തിൽ എൻ്റെ അറിവ്, ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, എൻ്റെ ഓർമ്മയിലൊന്നുമില്ല, ഇങ്ങനെ പണ്ട് വെടിക്കെട്ടുണ്ടായിരുന്നു പിന്നെ നിർത്തിയതാണെന്നൊരു. അതെ, അത് ഈ പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഈ കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്നുള്ള. കരി എന്ന് പറഞ്ഞാൽ ആന, കരിമരുന്ന് പറഞ്ഞാൽ വെടിക്കെട്ട്. ഇത് രണ്ടും ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഒരാൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആളുകളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതെങ്കിൽ നമുക്കതിനെ നോ പറയാനൊന്നുമില്ല. പക്ഷേ അവിടെ ഇതൊക്കെ ചെയ്യുമ്പോഴും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരോട് ശ്രദ്ധിക്കണം. നമ്മളല്ലാതെ അവിടെ പോയി സുരക്ഷ അല്ല, നമ്മളതിൽ പൂർണ്ണമായിട്ട് സർക്കാരിനെ മാത്രം നമുക്ക് തലയിൽ വെച്ച്, കാരണം അത് ദേവസ്വങ്ങളുണ്ട്. ഇപ്പം തിരുവമ്പാടി പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിൽ തന്നെ അത് ദേവസ്വം അധികൃതരുണ്ടെങ്കിൽ പോലും ആ സർക്കാർ അക്കാര്യത്തിൽ ഉറപ്പ് വരുത്തണം എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ തൃശ്ശൂർ ജോലി ചെയ്തുള്ള അനുഭവം കൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, മറ്റുള്ളിടങ്ങളിൽ വെച്ച് അവർക്ക് ഈ വിശ്വാസത്തെക്കാൾ ഉപരി അത് അവരുടെ ഒരു വികാരമായിട്ട് നിൽക്കുക. അപ്പം പലപ്പോഴും നമുക്ക് വികാരം എന്ന് പറയുന്നത് അത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് അത് വല്ലാതെ ജില്ലയിലുള്ളവരെ സംബന്ധിച്ചുള്ള നമുക്കതിൽ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ആനപ്രേമികളെന്ന ആളൊക്കെ ഉണ്ട്, അവരിങ്ങനെ ആന എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആന. അപ്പം നമുക്ക് തെക്കോട്ടുള്ള ആളൊക്കെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഇത് പെട്ടെന്ന് വളരെ വിചിത്രമായി തോന്നി ഇവരെന്താണ് ചെയ്യുന്നത്. മാത്രമല്ല അത് വളരെ വിചിത്രമായി തോന്നുന്നൊരു കാര്യം, അവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആനകൾ നിരന്നിരിക്കും, ഇതിനെല്ലാം പേരവർക്കറിയാം, നമുക്കൊരു പിടിയും കിട്ടില്ല എന്താണെന്നുള്ളത്. അവർക്ക് അത്രത്തോളം ഇവരിതിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ ജനങ്ങളെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ അവരുടെ വലിയ വികാരം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത് നിർത്തലാക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്കിതിന് കൃത്യമായ തോതിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കുക തന്നെ വേണം ഭാവിയിലെങ്കിൽ. എല്ലാ തവണയും ഇത് അപകടം ഉണ്ടാകുമ്പോൾ ഇനി വരാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാം എന്ന് പറയുന്നതല്ല. ഇതൊരു ശാശ്വത പരിഹാരം നമ്മുടെ നാട്ടിൽ സർക്കാരിനൊക്കെ വിചാരിച്ചാൽ സാധിക്കാമെന്നുള്ളത് ഉള്ളതേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സഹായമുണ്ട്, നമ്മുടെ നാട്ടിൽ പ്രതിരോധ വിദഗ്ധരൊക്കെ ഉണ്ട്. നമ്മുടെ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇതെല്ലാം പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഇത് നിർദ്ദേശം കൊടുക്കാനോ ഒക്കെ ഉള്ള ആൾ നമുക്കുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഹരിത പടക്കങ്ങൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ സാങ്കേതിക വശങ്ങൾ ചെയ്യുന്നത്? അതിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടിയില്ല. എങ്കിലും എന്തെല്ലാം അപകടം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ലോകത്തിൽ ലഭ്യമാകുമോ അതൊക്കെ നമുക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ ചൈനീസ് പടക്കങ്ങളും അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നല്ലോ, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. അല്ല, എന്നാൽ പോലും ഇത്രയും ആളുകൾ കൂടുന്നൊരു സ്ഥലമാണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ തന്നെ അവിടെ അപകടം നടന്ന ആ സ്ഥലം ഒരു വലിയൊരു വയലേല ആണ് നമ്മൾ കാണുന്നത്, വലിയൊരു പാടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ഈ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എടുക്കുമ്പോൾ അവിടെ ഒരുപാട് വീടുകളുണ്ട് ആ ഭാഗത്തൊക്കെ. അതിൽ തന്നെ ഇപ്പം ഈ വീടുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റൂളും പ്രകാരം ഇത് ചെയ്യുന്നിടത്ത് അടുത്തെങ്ങും വീടുകൾ പാടില്ല എന്നും സംഭരണശാലകളും പൊട്ടിക്കുന്ന സ്ഥലവും തമ്മിൽ നല്ല ദൂരങ്ങൾ വേണമെന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭരിക്കുന്ന സ്ഫോടക വസ്തുക്കളുടെ അളവ് പലയിടങ്ങളിലും ഈ അളവിൽ കൂടുതൽ വെക്കുന്നത് പലയിടങ്ങളിലും ഈ അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇത്ര കണക്കേ പാടുള്ളൂ എന്ന് പറയുന്നത്, പക്ഷെ അതൊന്നും അല്ല പലയിടങ്ങളിലും. അപ്പം ഈ അത്തരം റൂളുകൾ പലയിടങ്ങളിലും ലംഘിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതെ അല്ല, അതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം. ഇതെല്ലാം പലപ്പോഴും അധികൃതർ കണ്ണടയ്ക്കുന്ന കാരണങ്ങളിലൊന്ന് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇടപെട്ടാൽ അതിന് പോകുമോ, പ്രത്യേകിച്ച് ഒരു തൃശ്ശൂർ പൂരം കലങ്ങിയൊരു അതെ പഴയ പശ്ചാത്തലം കൂടെ ഉള്ള സ്ഥിതിക്ക് അത് വല്ലാത്തൊരു വികാരമാണ്, അതൊരു സത്യമാണ്. അല്ല എങ്കിൽ പോലും ഇത് എല്ലാ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാനല്ല, എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരെയും ഒപ്പം വരുത്തി ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം, ഇതിനൊരു ഭാവിയിലെങ്കിലും അപകട സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമായും. ഇന്നിപ്പോൾ അവിടെ നമ്മുടെ ദേവസ്വം മന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് DGP അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം അപ്പോഴും നമ്മളൊക്കെ അറിയാമല്ലോ, ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷമായിരിക്കും എല്ലാവരും കൂടെ പിന്നെ അവിടെ ഓടിയെത്തുന്നത്. ഇതിന് അടിയന്തര പരിഹാരം ഉണ്ടോ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കാമെന്നൊക്കെ എല്ലാവരും പറയുന്നതല്ലാതെ പിന്നെ അത് സംഭവിക്കാറില്ല. പലപ്പോഴും വീണ്ടും അടുത്തൊരു അപകടം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ അത് അറിയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ തലശ്ശേരിയിൽ അങ്ങനെ ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു അപകടമായിരുന്നു തലശ്ശേരിയിൽ. അതുപോലെ മലനട വെടിക്കെട്ട് ദുരന്തം, ഇങ്ങനെ പല കേരളത്തിൽ ഒരുപാട് നമ്മൾ ഞെട്ടിപ്പിച്ച ഒരുപാട് വെടിക്കെട്ട് ദുരന്തങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇനി ഭാവിയിൽ ഇങ്ങനത്തെ സംഭവിക്കാതിരിക്കാൻ നടപടിയെടുക്കും എന്ന് അതോ സർക്കാരുകൾ പറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഇതൊരു വലിയ പാഠമാണ്. കാരണം തൃശ്ശൂർ പൂരം നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അഭിമാനമാണ്, നമ്മുടെ ലാൻഡ് മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ പൂരത്തിൻ്റെ. അത് ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള വലിയ ഒരു പരിപാടിയാണ്. അതുപോലെ തൃശ്ശൂർ തന്നെ മറ്റു ചില പൂരങ്ങളും ഒക്കെ ഉണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഇനിയെങ്കിലും അതിൽ പിന്നെ വെല്ലങ്ങി നെന്മാറ അവിടെ പൂരമുണ്ട്. അങ്ങനെ തൃശ്ശൂർ ഒരുപാട് വേറെ പൂരങ്ങളൊക്കെ ഇതുപോലെ പരിപാടികളൊക്കെ അവിടെ എല്ലായിടത്തും വെടിക്കെട്ട് കാണുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ തോതിൽ എല്ലാ വർഷവും ആവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തും. അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇതിനെയൊക്കെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണോ, അങ്ങനെയുള്ള സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമാകുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരട്ടി സുരക്ഷ ഇതിന് നൽകി തന്നെ വേണം ഈ ഇത്തരം വെടിക്കെട്ടുകൾ നടത്താൻ എന്ന് സർക്കാരെങ്കിലും ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം എടുക്കുകയും ഇന്ന് അടിയന്തര മന്ത്രിസഭ യോഗമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും അതിനൊരു തീരുമാനം മാത്രമല്ല തൃശ്ശൂർ പൂരം ഈ വർഷം ചടങ്ങുകളോട് മാത്രമായിട്ട് നടത്താനാണ് സാധ്യതയെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്രയും വലിയ ദുരന്തം ഉണ്ടായ സ്ഥിതിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അവർ നടത്താനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ അടിയന്തര നടപടി സ്വീകരിക്കുക തന്നെ വേണം. കാരണം ഈ ഉത്സവ സീസണാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഉത്സവ സീസൺ ഉള്ളത് തന്നെയാണ്. അവിടെ ഈ വെടിക്കെട്ടൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഇതിന് മുൻകരുതലെടുത്തില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.